നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതൊക്കെ സർക്കാർ പറഞ്ഞതല്ലേ. അറിയില്ല, പക്ഷെ എനിക്ക് എത്തുന്നതായിട്ടാണ് തോന്നിയേക്കുന്നത്. ഇത്ര കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല, ഒരിക്കലും എത്തത്തില്ല. ഈ കാര്യങ്ങളിലൊന്നും വിമർശനത്തിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ കണ്ണു മുമ്പിൽ കാണുന്നതല്ലേ. ഒരു രാത്രി ഉറങ്ങി നേരം വെളുത്തപ്പോഴേക്കും നിരവധി ജീവനുകൾ നഷ്ടമായ ഒരു ദുരന്ത ഭൂമിയായി മാറിയ സ്ഥലമാണ് നമ്മുടെ വയനാട്. ഇന്ന് ആ വയനാടിന് വേണ്ടി ഒത്തിരി നല്ല മനസാക്ഷിയുള്ള ഒത്തിരി ആളുകളാണ് ഒരുപാട് സഹായങ്ങളുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫണ്ടൊക്കെ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? ഇതെല്ലാം സുതാര്യമാണോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഈ ഗവൺമെൻറ് ഇതിൽ പോകുന്ന ഫണ്ടുകളെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും എത്തത്തില്ല. കാരണം ഒരു ഭാഗം ആൾക്കാർ അത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നു, ഒരു ഭാഗം അത് വെച്ച് മുതലെടുക്കാനും വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും അത് പൂർണ്ണമായി എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. യഥാർത്ഥമായിട്ടുള്ള ഫണ്ടിലേക്കാണ് ഇടണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതിൽ ചെല്ലും. ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ലിങ്കിലേക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെല്ലും. അതല്ല എന്ന് വേറെ ഇതിലേക്കാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ അവർ ദുരുപയോഗം ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ ശരിക്കുള്ള യഥാർത്ഥ ആളുകൾക്ക് കിട്ടാതെ വരും. അവരിലേക്ക് കറക്റ്റായിട്ട് എത്താനുള്ള നിയമ സംവിധാനങ്ങളാണ് ഉള്ളത്. പിന്നെ എല്ലാ രീതിയിലും എല്ലാ പിരിവിൻ്റെ കാര്യത്തിലായാലും ചില സമയത്തുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം വെച്ചാൽ എല്ലാം നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതൊക്കെ സർക്കാർ പറഞ്ഞതല്ലേ, മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണം. അതെന്താണെന്ന് ഇനി പിന്നീട് അറിയാൻ പറ്റുള്ളൂ, എന്താണ് ഏതാണെന്നൊക്കെ. എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ എനിക്ക് എത്തുന്നതായിട്ടാണ് തോന്നിയേക്കുന്നത്. അത്ര കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതൊക്കെ ഇടനിലക്കാരൊക്കെ കുറേയൊക്കെ തിന്നും. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഭവമാണ്. അത് രാഷ്ട്രീയക്കാർ അവർ തമ്മിലുള്ള ഒരു ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ പ്രബുദ്ധരാണ്. ആ ജനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അതെല്ലാം അത് ഓരോരുത്തരുടെ ആ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സംസാരങ്ങളായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കും. ചിലതൊക്കെ റെഡിയാണ്, പക്ഷെ നമുക്ക് മുഴുവനും എടുത്ത് പരിശോധിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ സഹായം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ആളുകളെ നേരിട്ട് കണ്ടിട്ട് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട സഹായം ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ അഭിപ്രായം. സുതാര്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ രേഖാമൂലം നമ്മൾക്ക് സർക്കാർ നമ്മുടെ ഗവൺമെൻറ് എന്താ പറയുന്നത് അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരുപാട് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഇതുപോലെ പിരിവുകൾ നടത്തിയിരുന്നു. ഇതൊന്നും ശരിക്കുള്ള ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോഴറിയാൻ സാധിക്കും. കറക്റ്റായിട്ട് എത്തുന്നില്ല എന്ന് പറയുന്നത് അത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അവർക്കെല്ലാം. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ലെവലിൽ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഇതുപോലെ ഇനിയിപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് വരവില്ലെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ഹോമിലും പിന്നെ സ്കൂളിലും ഇവിടെയൊക്കെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് മാറാൻ പറയില്ല, ഉടനെ സ്കൂൾ തുറക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ എങ്ങോട്ട് പോകും? അതിനു മുമ്പായിട്ട് വീട് പണി തീരൂല. ഇല്ല, കറക്റ്റായിട്ട് എത്തുന്നുണ്ടാവും. കാരണം അവരുടെ അവസ്ഥ അറിഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഭയങ്കര മോശമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചെയ്യാൻ സാധ്യതയില്ല. എത്തുന്നുണ്ടായിരിക്കാൻ കാരണം നമുക്കറിയില്ലല്ലോ. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈമാറി പോണ കാരണം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതൊരു മോശം പ്രവൃത്തിയായിട്ടാണ് തോന്നുള്ളൂ. കാരണം ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ മരിച്ച് അവർക്ക് ഇനി ബാക്കി വന്ന കുറേ ആൾക്കാരും ഉണ്ട്. അവർക്ക് ജീവിക്കണം. അവരുടെ സഹോദരങ്ങളും റിലേറ്റീവ്സ് എല്ലാവർക്കും ഇനി ആൾക്കാരുണ്ട് അവിടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ. അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മളാണ് കൊടുക്കേണ്ടത്. എല്ലാ തലങ്ങളിലും ഈ കളവായാലും കാര്യങ്ങളായാലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഇതൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരിട്ട് വീട് പണിത് കൊടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും റോഡായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് സർക്കാർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ജനങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഫണ്ടൊക്കെ കറക്റ്റായിട്ട് അവരിലേക്ക് തന്നെ എത്തട്ടെ. ഈ ഒരു പുനരധിവാസമാണെങ്കിലും നല്ലൊരു നാളെ അവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.